ശരി, മുഹമ്മദ് ഷഹീദിലേക്ക് കൂടി പോകുന്നു. ഷഹീദ്, 5ാം മന്ത്രി സ്ഥാനം ലീഗിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ കേരളത്തിൽ നടന്നതാണ്. 5 മന്ത്രി സ്ഥാനം എന്ന അവകാശവാദം സമയത്ത് വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായ സമയമുണ്ട്. ഇത്തവണ നല്ല മിന്നുന്ന വിജയം ലീഗിനും നേടാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ക്ലൈം ലീഗിന്റെ എങ്ങനെയാകാനാണ് സാധ്യത? ഈ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാകുമോ, തൃപ്തിപ്പെടുമോ? ആരോഗ്യം തിരിച്ചു നൽകി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം ഇതിനോടകം നടത്തിയിട്ടുണ്ടോ ലീഗുമായി? എന്തൊക്കെയാണ് നീക്കങ്ങൾ? ആരൊക്കെ മന്ത്രിപദത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്? പ്രതീക്ഷ, അത്തരമൊരു ചർച്ച തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ആരോഗ്യം ലീഗിന് നൽകുക എന്നുള്ളത് അത് പരസ്പര ധാരണ പ്രകാരമുള്ള സമ്മതപ്രകാരമുള്ള ചർച്ചയിലൂടെ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഏകപക്ഷീയമായ ഒരു തീരുമാനം കോൺഗ്രസ് അക്കാര്യത്തിൽ എടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീതി വലിയ തോതിലുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം UDF-നകത്ത് അത്തരമൊരു ധാരണയിലേക്ക് വന്നു എന്നുള്ളൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഇന്നലെ PM സലാമുമൊക്കെയായി സംസാരിച്ചപ്പോൾ പുറത്തത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും UDF-ൽ ഇക്കാര്യം തീരുമാനിക്കുക. അതായത് അത് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ലീഗിന്റെ ആ ഒരു ആഗ്രഹം, പി കെ കുഞ്ഞാലിക്കുട്ടി ആഗ്രഹം, അത് ലീഗ് നേതാക്കന്മാർ ആരും അത് തള്ളിക്കളയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ അരുൺ അമൃത സൂചിപ്പിച്ചതുപോലെ മന്ത്രി പദവി പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും 5 മന്ത്രി പദവി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിലേക്ക് ആരൊക്കെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാക്കുന്നിടത്തോളം സാദിഖലി തങ്ങൾക്ക് പ്രത്യേകിച്ചും എല്ലാവരും ഭൂരിഭാഗം ആളുകളും മലപ്പുറം കേന്ദ്രീകരിച്ച് മന്ത്രിമാർ മാത്രമായി ജില്ലയിൽ ഒതുങ്ങുന്നതിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ആലോചന ലീഗിനകത്തില്ല. മറിച്ച് കോഴിക്കോട്, കാസർഗോഡ്, പ്രത്യേകിച്ചും കാസർഗോഡ് വടക്കൻകരയുടെ അങ്ങേയറ്റത്തെ വികസന പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു ജില്ല, അവിടെ ഒരു പ്രാതിനിധ്യം നൽകണം എന്നുള്ളൊരു തീരുമാനവും ആലോചനയും ലീഗിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ AK മസ്റഫിനായിരിക്കും അതിൽ പ്രഥമ പരിഗണന. കലക്ടർ മൈനാജിയൊക്കെ മന്ത്രി പദവി ആഗ്രഹമൊക്കെ പാണക്കാട് സമീപിച്ചു. പക്ഷേ തൽക്കാലം ആദ്യമായി MLA ആകുന്നവർക്ക് മന്ത്രിയാകേണ്ടതില്ല എന്നൊരു തീരുമാനം ലീഗ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ AK മസ്റഫിനെ പരിഗണിക്കേണ്ടി വരും. കോഴിക്കോട് വലിയ വിജയം, മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ച, കോൺഗ്രസിന് വിജയത്തിന് പോലും വലിയ സ്വാധീനം പങ്കുവഹിച്ച പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയുടെ പേര് പരിഗണിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് 2 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ മലപ്പുറത്ത് പല പേരുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം KM ഷാജി രണ്ടാമനായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, PK ബഷീറുണ്ട്, മഞ്ഞളാംകുഴി അലിയുണ്ട്. ഇതിൽ ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലീഗിനകത്തുള്ള ഒരു ആശയക്കുഴപ്പം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ചകൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.